AP അനിൽകുമാർ മലപ്പുറത്തു നിന്നുള്ള AP അനിൽകുമാർ ഇപ്പോൾ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. വണ്ടൂർ MLA AP അനിൽകുമാർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന ചിത്രമാണ് വരുന്നത്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, AP അനിൽകുമാറിന്റെ പേര് കൂടി ഷൂറായി വരുന്നു, ഉറപ്പായ മന്ത്രിമാരുടെ പട്ടികയിലേക്ക് വരുന്നു. സ്വാഭാവികമായും KC-യുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ്. KC-യുടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ AP അനിൽകുമാർ ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ ഉണ്ടാകുന്നു. കൂടുതൽ ചിത്രം തെളിയുന്നുണ്ടോ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട്? മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം AP അനിൽകുമാറിന് മന്ത്രിസ്ഥാനം ഉറപ്പായിരിക്കുന്നെന്നാണ്. കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി മലപ്പുറം ജില്ലയിലെ വണ്ടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ സാമാജികനാണ് AP അനിൽകുമാർ. ഇത് മൂന്നാം തവണയാണ് അദ്ദേഹം മന്ത്രിയാവുകയാണെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ഒപ്പം തന്നെ നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് വരും. അത് സുഹൈൽ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് AP അനിൽകുമാർ. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം തീർത്തും അർഹതയുള്ള കാര്യവുമാണ്. കാരണം ഏറ്റവും സീനിയറായ നേതാക്കന്മാരിൽ ഒരാളാണ്. KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. അപ്രതീക്ഷിതമല്ല അദ്ദേഹത്തിന് ഏത് വകുപ്പ് കിട്ടും എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകളിലൊന്ന് AP അനിൽകുമാറിന് ഉറപ്പാണ്. അത് അക്കാര്യത്തിൽ നിയുക്ത മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള ധാരണയായിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിൽ ഉറപ്പായ മന്ത്രിമാരുടെ പേര് വിവരങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെയാണ്: രമേശ് ചെന്നിത്തല, K മുരളീധരൻ, AP അനിൽകുമാർ, സണ്ണി ജോസഫ്, PC വിശ്വനാഥ്, ചാണ്ടി ഉമ്മൻ, M ലിജു, ബിന്ദു കൃഷ്ണ എന്നിവരാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനം ഉറപ്പാക്കിയിരിക്കുന്നത്. ഇനി പരിഗണനയിലുള്ള പേരുകൾ അൻവർ സാദത്ത്, T സിദ്ദിഖ്, അതോടൊപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ, TJ വിനോദ്, M വിൻസെന്റ് തുടങ്ങിയ പേരുകളാണ്. ഇവരിൽ ആർക്കാണ് നറുക്ക് വീഴുക എന്ന കാര്യം എന്നാണ് അറിയാനുള്ളത്. ബിന്ദു കൃഷ്ണയും M ലിജുവും മന്ത്രിസ്ഥാനം നേരത്തെ തന്നെ ഉറപ്പാക്കിയവരാണ്. ഇനി ബാക്കി സാമുദായിക പരിഗണനകൾ കൂടി കണക്കിലെടുത്താണ് ബാക്കിയുള്ള കാര്യത്തിൽ തീരുമാനിക്കുന്നത്. VT ബൽറാമിനെ കൂടി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് താല്പര്യമുണ്ട്. കാരണം മന്ത്രിസഭയുടെ ഒരു യുവമുഖമായി VT ബൽറാം മാറുമെന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതനുസരിച്ച് VT ബൽറാമിനെ കൂടി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾ എതിരാകുന്നു എന്ന് മാത്രമാണ് ഒരു പ്രശ്നമെങ്കിലും അത്തരം ചർച്ചകൾ തുടരുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി ഈ കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. ഇന്ന് തന്നെ ഹൈക്കമാൻഡിന് ലിസ്റ്റ് അയക്കണമെന്ന കർശനമായ നിർദ്ദേശമാണ് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി KPCC നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. ചിത്രം തെളിയാൻ മങ്ങലേൽപ്പിക്കുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച പേരുകളാണ്. ആ പേരുകൾ വരുമ്പോൾ നേരത്തെ തന്നെ KC ഗ്രൂപ്പുകളടക്കം തീരുമാനിച്ച പ്രധാനപ്പെട്ട രണ്ടുപേർ മാറി നിൽക്കേണ്ടി വരും. ആ ഒരു കാര്യത്തിൽ അൻവർ സാദത്ത് വരുമോ എന്നുള്ളടക്കമുള്ള IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർ വരുമ്പോൾ നേരത്തെ KC ഗ്രൂപ്പ് തീരുമാനിച്ച അതായത് സാമുദായിക സമവാക്യം കൂടി ചേർത്ത് വെക്കുമ്പോൾ അവർ ഉദ്ദേശിച്ച പേരുകൾ ഈ കാര്യങ്ങൾ എത്തില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷന്റെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ ചിത്രം തെളിയുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ PJ ജോസഫ് അടക്കം ഘടകകക്ഷി ആയ PJ ജോസഫ് അവിടെ എത്തി KPCC നേതൃത്വവുമായി സംസാരിച്ച് തിരികെ പോകും നമ്മൾ കണ്ടു. പ്രതികരിച്ചിട്ടില്ല. അതിനർത്ഥം രണ്ട് മന്ത്രിസ്ഥാനം എന്ന ആവശ്യം കാര്യമായി പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നൊരു അനുമാനം കൂടി വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.